മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതൈനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ശബബത്തുൻ മുതഖാരിബൂൻ. ഞങ്ങൾ മുത്തുനബിയുടെ ദർശനത്തിലേക്ക് ചെന്നു, മുത്തുനബിയെ കാണാൻ വേണ്ടി ചെന്നു. ഞങ്ങൾ അന്ന് ചെറുപ്പക്കാരാണ്. ശബബത്തുൻ മുതഖാരിബൂൻ, ചെറിയ പ്രായമുള്ള യുവാക്കളാണ്. ഞങ്ങൾ നബിയുടെ അരികത്തേക്ക് ചെന്നു. ഫഅഖംനാ ഇൻദഹു 20 ലൈല, 20 രാത്രി ഞങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി നബിയുടെ കൂടെ. ശുദ്ധമായ മസ്ജിദ് നബവിയിൽ 20 ദിവസം പരിശുദ്ധ ഹബീബിന്റെ കൂടെ. ഫളന്നാ അന്നാ ഇസ്തഖ്നാ അഹ്ലനാ, ഞങ്ങൾ ചെറുപ്പക്കാരല്ലേ, മുത്തുനബിക്ക് തോന്നി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ കാണാനൊക്കെ വല്ലാത്ത ഇഷ്ടമായിട്ടുണ്ടെന്ന് നബി ഞങ്ങളെ കണ്ടപ്പോൾ ബോധ്യമായി. അതാണ് മുറബ്ബി. മുറബ്ബി എന്ന് പറയുന്നത് മക്കളെ വളർത്തുന്നത്, തർബിയത്ത് ചെയ്യുന്ന ആൾ അങ്ങനെയാണ്. ശിഷ്യന്മാരുടെ മുഖം കണ്ടാ മനസ്സിലാവും എന്താണ് പ്രശ്നമെന്ന്. മുത്തുനബി ചോദിച്ചു, നിങ്ങൾക്ക് കുടുംബത്തെ കാണാൻ ഇഷ്ടമായല്ലേ? ഞങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു, ആരൊക്കെയാ വീട്ടിലുള്ളത് എന്ന്. ആരൊക്കെയാ വീട്ടിലുള്ളത് തങ്ങൾ ചോദിച്ചു. ഓരോരുത്തർ പറഞ്ഞു, എന്റെ ചെറിയ കുഞ്ഞനുജത്തിയുണ്ട്, ചെറിയ കുഞ്ഞനുജനുണ്ട് വീട്ടിൽ, ഇത്തമാരുണ്ട്, ഇക്കമാരുണ്ട്, കളിക്കാൻ കൂട്ടുകാരുകളുണ്ട്, കളിക്കാൻ എന്റെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ കാണാൻ 20 ദിവസമായില്ല നബിയെ, ഞങ്ങൾക്ക് അവരെ കാണാൻ കൊതിയുണ്ടോ എന്ന് നബിതങ്ങൾ മക്കളോട് അങ്ങോട്ട് ചോദിച്ചതാ. കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ മക്കളെ? ഉണ്ട് നബിയെ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെയാ നബിയോട് പറയാ? തങ്ങളോട് പറയും മുമ്പേ ഇങ്ങോട്ട് നബി ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടുകാരെ കാണാൻ കൊതിയുണ്ടല്ലേ? ഇർജിഉ ഇലാ അഹ്ലീകും ഫഅല്ലിമൂഹും വമുറൂഹും വസല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. വീട്ടിൽ പോയിക്കോളൂ എല്ലാരും, 20 ദിവസമായില്ലേ, ഇനി വീട്ടിൽ പോയിക്കോളൂ. വീട്ടുകാരൊക്കെ ഒന്ന് പോയി കാണണം. ഉമ്മയെ ചെന്ന് കാണണം, പാപ്പയെ ചെന്ന് കാണണം. 20 ദിവസം പഠിച്ചില്ല ഇവിടുന്ന്, അതൊക്കെ വീട്ടുകാർക്ക് പോയി പഠിപ്പിച്ചു കൊടുക്കിൻ, അവരോട് നന്മ പറഞ്ഞു കൊടുക്കിൻ. വസല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാ നിസ്കാരം പഠിപ്പിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുവിൻ, വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുവിനെന്ന് ഞങ്ങൾ ഏതാനും ചെറുപ്പക്കാർ മുത്തുനബിയുടെ അരികത്ത് പഠിക്കാൻ ചെന്നപ്പോ ഞങ്ങളെ നബിതങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു. കുടുംബബന്ധം അങ്ങനെയാ. ലീവൊന്നും കൊടുക്കാതെ ജോലിക്ക് നിർത്തുക, അങ്ങനെ ചെയ്യരുതെന്ന്. അയാൾക്ക് കുടുംബല്ലേ, കുടുംബത്തെ പോയി കാണട്ടെ. ലീവ് കൊടുക്കാതെ പിടിച്ചേക്ക, 2 കൊല്ലം കഴിഞ്ഞ 10 ദിവസം ലീവ് വരുള്ളൂ എന്നൊക്കെ പറയാം. അങ്ങനത്തെ മുതലാളിമാരൊക്കെ ഉണ്ട്, ഇവിടെയും അബ്രോഡും പുറത്തൊക്കെ ഉണ്ട്. വലിയ ദുൽമാണത്, ചെയ്യാൻ പാടില്ല എന്നാണ്. നമ്മുടെ മനസ്സുകളെ അല്ലാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത്, മനസ്സിന് കരുത്തു നൽകിയിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലൂടെയാണ്. ഉമ്മയെ കാണുമ്പോഴുള്ള ആശ്വാസം, ഉപ്പയെ കാണുമ്പോഴുള്ള ആശ്വാസം, ജ്യേഷ്ഠാനുജന്മാര്, അനുജത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, ഭാര്യയെ, മക്കളെ കാണുമ്പോൾ മനസ്സിന് വരുന്നൊരു ധൈര്യം, ആ ധൈര്യമാണ് മുന്നോട്ട് പോകാനുള്ള പോസിറ്റീവ് എനർജി നൽകുന്നത്.